ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്ഥേഷ്വവിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തയത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരന്തീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ 14-ാം അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 33-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. ഭഗവാൻ രുദ്രനെ സ്മരിച്ചിരിക്കേണ്ട ശുഭമുഹൂർത്തത്തിൽ ദിതി ഗർഭിണിയായതിൽ പശ്ചാത്തപിച്ച ശിവനെ സ്തുതിക്കുകയാണ്. 34-ാമത്തെ ശ്ലോകം. നമോ രുദ്രായ മഹതേ ദേവായ ഉഗ്രായ മീഡുഷേ. എന്തിനും കഴിവുള്ള ശിവൻ, ശിക്ഷ നൽകാൻ കഴിവുള്ള പ്രാപ്തനായിട്ടുള്ള ശിവനെയാണ് ഇവിടെ അവഹേളിച്ചത് എന്നൊരു തോന്നൽ. സന്ധ്യാമുഹൂർത്തത്തെ അവഹേളിച്ചു, ഉപാദന കർമ്മത്തിൽ ഏർപ്പെട്ടത് തെറ്റായി എന്ന് തിരിക്കാണ്ട് തോന്നുകയാണ്. ശിവായ ന്യസ്തദണ്ഡായ ധൃതദണ്ഡായ മന്യവേ. അതീവ ക്രോധാകുലനായാൽ ലോകത്തെ സംഹരിക്കാൻ കഴിവുള്ളവനും ശിക്ഷ കൊടുക്കുന്നവനുമായ ശിവന് നമസ്കാരം. സനപ്രതീതദാംഭാമോ ഭഗവാനുഗ്രഹ വ്യാധസ്യാപ്യനുകം. വ്യാധം എന്ന് പറഞ്ഞാൽ കാട്ടാളൻ. കാട്ടാളിനോട് പോലും ദയ കാണിക്കുന്ന, കാട്ടാളിന് വലിയ നിഷ്ഠാനുഷ്ഠാനൊന്നും ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് ശിവൻ കോപിക്കുമോ? ആ കാട്ടാളിൻ്റെ നേരെയും സന്തോഷിച്ച ആളല്ലേ അങ്ങ്. അപ്പോൾ ജനിച്ച് കാട്ടാളത്തരം ഞങ്ങൾ കാണിച്ചു, അതുകൊണ്ട് അതും ക്ഷമിച്ചൂടെ സർവേശ്വര? ക്ഷമിച്ചൂടേന്ന് ചോദിച്ചാൽ മതി, ക്ഷമിക്കും. ആ ഒരു മനോഭാവം വേണം, അത്രയേ ഉള്ളൂ. ഭഗവാനെ ക്ഷമിക്കണേനെന്താ? പക്ഷെ നമ്മുടെ മനസ്സ് ക്ഷമാപണ രീതിയിലാവണം. ഒരു പ്രശ്നവും ഭഗവാൻ ക്ഷമിക്കണേനില്ല. ത്രീണാം ദേവി സതീപതി പ്രസാദിക്കണമേ. മൈത്രേയോവാച സ്വതർക്കസ്യാശിഷൻ ലോക്യാമാശാസാനാം പ്രവേപതിം നിവൃത്തസന്ധ്യാ നിയമോ ഭാര്യാമാഹ പ്രജാപതി. തെറ്റുപറ്റുക എന്ന് പറയുന്നത് മനുഷ്യന് സഹജമാണ്, അതിലൊന്നും ഒരു പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പറ്റിയത് തെറ്റാണ് എന്നും അത് സമ്മതിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും വേണം. തെറ്റ് ചെയ്യുക, ക്ഷമാപണം നടത്തുക, വീണ്ടും ഇഷ്ടം പോലെ, അതല്ല, എവിടെയല്ല. ഒരിക്കലൊരു തെറ്റ് പറ്റി, അത് പശ്ചാത്തപിച്ചു, മേലിൽ ചെയ്യാതിരിക്കുക. ചെയ്തത് തെറ്റാണെന്നുള്ള സമ്മതബോധം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ പാപം നമ്മളെ ഒരു പരിധിവരെ ബാധിക്കില്ല എന്നാണ്. അതാണ് അവിടെ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ ഭക്തനായത്. പരമ്പരയിൽ നല്ലൊരു ഭക്തൻ ഉണ്ടാവുന്ന അനുഗ്രഹം കിട്ടി, വലിയൊരു കാര്യമാണ്. എന്നിട്ട് ഭഗവാന്റെ കൈകളെ കൊണ്ട് മരിക്കുന്നും കിട്ടി. കശ്യപ ഉവാച അപ്രായത്യാദാത്മനസ്തേ ദോഷാൻ മൗഹൂർത്തികാദുദാമന്നിഷേധാതിചാരേണ ദേവാനാഞ്ചാതിഹേളനാൻ ഭവേത്തദത്തവഹഭദ്രാവഭദ്രേ ജാഡരാതമോ ലോകാന്തപാലാൻ ത്രീചണ്ഡിയും ഗുരാക്രന്ദയിഷ്യത. 3 ലോകത്തെയും നശിപ്പിക്കുന്ന അത്യധികം ദുഷ്ടന്മാരായിട്ട് 2 മക്കളാണ് ഉണ്ടാവുക. പ്രാണിനാം മന്യമാനാനാം ദീനാനാം അകൃതാകൃതാം ത്രീണാനിഗൃഹ്യമാണാനാം കോപിദേഷമകാത്മസു. മഹാത്മാക്കളെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാർ ജനിക്കും. തഥാ വിശേഷര ക്രുദ്ധോ ഭഗവാൻ ലോകഭാവനാഹ നിഷേധി. ലോകഭാവനായിരിക്കുന്ന ഭഗവാൻ ക്രുദ്ധോ, ദേഷ്യപ്പെട്ട് ഇവരെ വധിക്കുകയും ചെയ്തു. യഥാധീൻ ശതപർവതൃക്ക്. ശതപർവതൃക്ക് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഏത് പ്രകാരം പർവ്വതത്തെ ചിറക് വെട്ടി പണ്ട് നശിപ്പിച്ചുവോ അതുപോലെ നശിപ്പിക്കും. ദിതിരുവാച വധം ഭഗവതാ സാക്ഷാസുനാഭോധാര ബാഹുനാശാസേ പുത്രയോർമക്യം മാകൃത ബ്രാഹ്മണ വിഭോ. ബ്രാഹ്മണ കോപം കൊണ്ട് എൻ്റെ പുത്രൻ മരിക്കരുത്. പുത്രർ ഭഗവാന്റെ കൈ കൊണ്ട് മരിച്ച മുക്തിയാണ് എന്ന് ദിതി ആശ്വസിച്ചു. ന ബ്രഹ്മദണ്ഡദഗ്ധത്തിന് ഭൂതഭയദസ്തജാനാരകാച്ചാന ഗൃഹന്തിയായി ഒനിമസൗഗത. നരകത്തിൽ പോലും അവർക്ക് സ്വൈരമുണ്ടാവില്ല. നരകത്തിലല്ലെങ്കിലും സ്വൈരം ഉണ്ടാവില്ല. പക്ഷെ ആ നരകവാസികളുടെ ഒരു സഹവാസികളുടെ സഹതാപം അതൊന്നുണ്ടല്ലോ. ജയിലിൽ പോയാൽ ജയിലിലുള്ളവർ തമ്മിലൊരു സ്നേഹം, അതുപോലും ഉണ്ടാവില്ല എന്നർത്ഥം. എങ്ങനെയായാൽ ബ്രാഹ്മണ കോപം കൊണ്ട് എൻ്റെ പുത്രന്മാർ മരിച്ച. കശ്യപ ഉവാച കൃതശോകാനുതാപേണ സദ്യപ്രത്യവമർത്തന ഭഗവത്യുരുമാനാച്ച ഭവേമയ്യഭിജാതരാൽ. നിഷിദ്ധ കർമ്മം ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക. കാരണം
ഭഗവൻ നമസ്കാരരൂപമായ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചു, രുദ്രനെ ബഹുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് വലിയൊരു ഭക്തൻ എൻ്റെ പുത്രൻ്റെ പുത്രനാവും എന്ന് പറയണം. പുത്രസേവത് പുത്രാണാം പവിതേകസ്തതാം മതാ ഗാസ്യന്തി യത്തിശ ശുദ്ധം ഭഗവത് സമം യോഗേർ ഗേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവാ നിർവൈരാതിവിരാത്മാനം യശീലം അനുവർത്തിതും. ഏതൊരുവൻ്റെ ശീലത്തേതാണ് യശീലം, ശീലം കൂടിയിട്ട് കൂടിച്ചേരുമ്പോൾ യത് പ്ലസ് ശീലം, തും ഷായും കൂടുമ്പോൾ ചീ, യശീലം അനുവർത്തിതും അനുവർത്തിപ്പാനായിക്കൊണ്ട് സാധവ സജ്ജനങ്ങൾ ആത്മാനം അന്ധക്കരണത്തെ നിർവൈരാതിപി വൈരങ്ങളെ കളഞ്ഞ്, നിർവൈരത്തോടുകൂടി വൈരല്ലാതെ, യോഗൈ യോഗങ്ങൾ കൊണ്ട് ദുഷിച്ചിരിക്കുന്ന സ്വർണത്തെ പോലെ ദുർവർണം കളറുപോയ മങ്ങിയ അതിനെ ഭാവിഷ്യതി ഭാവയിഷ്യന്തി നേരെയാക്കുക, ശോധന ചെയ്യുക, നേരെയാക്കുക, മങ്ങൽ മാറ്റി തിളങ്ങുക, അതേപോലെ എന്നാണ്. ചെയ്ത തെറ്റിൻ്റെ നിൻ്റെ പുത്രൻ്റെ ശ്ലാഘ്യമായ ശീലത്തെ അനുസരിച്ച്, പുത്രൻ്റെ അല്ല പൗത്രൻ്റെ, പുത്രൻ ഹിരണ്യകശിപു ആവും, അയാളുടെ പുത്രനാണ് പൗത്രൻ. അപ്പം നിൻ്റെ പൗത്രൻ്റെ ആ ഭക്തി വളരെയേറെ കൂടുതലായത് ലോകം പ്രകീർത്തിക്കുന്നത് കൊണ്ട് അഗ്നിയിൽ സ്വർണം ശുദ്ധമാകുന്നത് പോലെ നമ്മുടെ കുലം ശുദ്ധമാവും. ഒരു കുലത്തിൽ ഒരാളുണ്ടായാൽ നശിക്കാനും മതി, നേരെവാനും മതി. അപ്പം ആ ഭക്തനായ പ്രഹ്ലാദൻ നമ്മുടെ കുലത്തെ ശുദ്ധമാക്കും. ഇപ്പോൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം പോയി മങ്ങിയ സ്വർണം എപ്രകാരം തീയിലിട്ടാൽ തിളങ്ങുമോ അതുപോലെ നമ്മുടെ വംശത്തെ അവൻ തിളക്കും. ആരെ? പ്രഹ്ലാദൻ, നിൻ്റെ പൗത്രൻ. യോഗേർ ഹേമേവ ദുർവർണം, അഗ്നിയിൽ സ്വർണം ഇട്ടാൽ എപ്രകാരം മങ്ങൽ ഇല്ലാണ്ടാവും, ദുർവർണം മങ്ങൽ. ഭാവയിഷ്യന്തി സാധവ നിർവൈരാതിവിരാത്മാനം യശീലം അനുവർത്തിത, അവൻ്റെ ശീലം അത്ര നല്ലതാവും പ്രഹ്ലാദൻ്റെ. യത് പ്രസാദാദിതം വിശ്വം പ്രസീദതി യഥാത്മകം സ്വദൃക് ഭഗവാനിയസിയ തോഷ്യതേ അനന്യയാദൃശ. എന്താ പ്രഹ്ലാദൻ്റെ മാഹാത്മ്യ സംഗതി വശ പറയാണ്. യഥാത്മകം യാതൊരുവൻ്റെ രൂപമായിരിക്കുന്ന ലോകം, ആരുടെ? ഭഗവാന്റെ തന്നെ രൂപമായിരിക്കുന്ന ഈ ലോകം. യത് പ്രസാദാത് ഏതൊരുവൻ്റെ പ്രസാദ നിമിത്തം പ്രസീദതി സന്തോഷിക്കുന്നു. സ്വദൃക്ക് സർവത്തിൻ്റെയും കണ്ണായ, ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്, ലോകത്തിൻ്റെ സാക്ഷിയായ കണ്ണായ ആ ഭഗവാൻ ഈ പ്രഹ്ലാദൻ്റെ നേരെ അതീവമായിട്ട് സന്തോഷിക്കും, വളരെയേറെ പ്രസാദിക്കും. യസ്യ അനന്യാദൃശ അഭേദമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട്, യാതൊരു ഭേദബുദ്ധിയില്ലാതെ ഭഗവാനും താനും ഒന്നാണ് എന്ന് ഭഗവാൻ പ്രഹ്ലാദനെ രണ്ടായി കാണില്ല, അത്രയേറെ സ്നേഹിക്കും. ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തന്നെ പോലെ സ്നേഹിക്കുക. ഞാൻ തന്നെയാണ് നീ എന്നൊക്കെ ഇടയ്ക്ക് പറയില്ലേ, അതുപോലെ ഭഗവാൻ തന്നെ പോലെ തൻ്റെ ഭക്തനെ സ്നേഹിക്കുന്നു. ഏതൊരു ഭഗവാന്റെ പ്രസാദം കൊണ്ടാണോ പ്രപഞ്ചം വിളങ്ങുന്നത്, നടക്കുന്നത്, ആ ഭഗവാൻ ഈ കുട്ടിയെ അത്യധികം സ്നേഹിക്കും. പിന്നെന്താണ് ഇനി വേണ്ടത്? യത് പ്രസാദാദിതം വിശ്വം പ്രസീദതി യഥാത്മകം സ്വദൃക്ക്, സ്വന്തം ദൃഷ്ടിയെ പോലെയാണ് കാണുക. കണ്ണിനെ നമ്മൾ എത്രമാത്രം സംരക്ഷിക്കണു. ഭഗവാൻ യസ്യ തോഷതേ അനന്യ യാദൃശ സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മകതം മകിഷ്ട പ്രവൃത്തഭക്തിയാനുഭാവിദാശേ നിവേശ വൈകുണ്ഠമിമം വികാസ്യതി. മഹാഭാഗവത, മഹാനായ ഭഗവത് ഭക്തനും ഭാഗവതൻ, മഹാത്മാവും ആയ മഹതാം മഹിഷ്ട, മഹാന്മാരിൽ വെച്ച് മഹാനും ആയ അവൻ. ഭഗവാൻ വിശേഷണങ്ങളാണ്. മഹാഭാഗവതോ മഹാനുഭാവോ, മൂന്നും പ്രഹ്ലാദൻ്റെ വിശേഷണം. മഹതാം മഹിഷ്ട, അതുണ്ട് നാലാമത്. മഹത്തുക്കളിൽ വെച്ച് മഹത്തായിട്ടുള്ളതുമായ അനുഭാവിതാശയെ, വളരെയേറെ ശുദ്ധമായിട്ടുള്ള ഭക്തി, കലർപ്പില്ലാത്ത ഭക്തി. പ്രപഞ്ചത്തോടുള്ള എല്ലാ ആഗ്രഹങ്ങളും
ഉപേക്ഷിച്ച ഭക്തിയാണ് നമ്മൾ ഈ ശുദ്ധ ഭക്തി, കലർപ്പില്ലാത്ത ഭക്തി എന്നൊക്കെ പറയുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ ഭജിക്കുന്നത് ഒന്നും ശരിക്കുള്ള ഭക്തിയല്ല, ഉറപ്പാണ്. അപ്പം നമുക്ക് ഭൂരിപക്ഷം ആൾക്കാരും ശരിക്കുള്ള ഭക്തിയല്ല എന്ന് പറയേണ്ടി വരും. എന്തിനാ ഗുരുവായൂർക്ക് ഓടണം? ഗുരുവായൂരത്തെ ശക്തിയെ ചോദ്യം ചെയ്യല്ല. അവിടെ പോയാലേ ഉള്ളൂ അതിൽ ഭ്രമം പാടില്ല. ഇതൊക്കെ ഏതുപോലെ വെച്ചാൽ ഏതെങ്കിലും ഒരു സംഗതിയിൽ ഭ്രമം വന്നാൽ അതിനെപ്പറ്റി ഇങ്ങനെ പറയുക, അത്ര ഭ്രമം വേണ്ട. അതവിടെ എല്ലാം ഉള്ളൂ, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതവരും കിട്ടിയ ഒരു ക്ഷേത്ര ദർശനം നല്ലതാണ് എന്നല്ലാതെ അവിടെ പോയി വന്നാൽ പിന്നെ ഗുരുവായൂർ മഹിമയെ പറയുക, ശബരിമലയിൽ പോയി വന്നാൽ ശബരിമല മഹിമയെ പറയുക, തിരുപ്പതി പോയി വന്നാൽ തിരുപ്പതി കേമം തന്നെ. അതങ്ങനെ അങ്ങോട്ട് ലയിക്കേണ്ട, അതിലേക്കല്ല ലയിക്കേണ്ടത്. അങ്ങനെ വെച്ചാൽ എന്തൊക്കെ ഉണ്ട്, ഒരു സമയത്ത് ഒന്നിൽ വേറെ സമയത്ത് അപ്പോൾ ഒരു സ്ഥിരത കിട്ടുമോ? ആലോചിച്ചു. എന്തൊക്കെ പറയാനുണ്ട്? തിരുവൈരാണിക്കുളത്തെ പറ്റി പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ പറയാൻ തുടങ്ങി അതിനൊരു ഏകത ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പോയി കണ്ടോ, അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണില്ല. അപ്പോൾ അത് സ്ഥിരമാണോ? മലയ്ക്ക് പോയിട്ട് വന്നാൽ ഒരു ആ കാലത്ത് കുറച്ച് മല സംസാരം നമ്മൾ എവിടെയും കേൾക്കാം, അത് ഞാൻ കേൾക്കണില്ല. ഈ ഓരോരോ സ്ഥലത്ത് ഉള്ള ക്ഷേത്രം, ഓരോരോ സ്ഥലത്തുള്ള പ്രതിഷ്ഠ, ഓരോരോ ശക്തി, ഇത് ഒരു സൈഡ് മാത്രമാണ്. നമ്മുടെ അതും പ്രധാന കാര്യമല്ല, ഒന്ന് മനസ്സിലാക്കണം. ഭാഗവതമൊക്കെ എടുത്താൽ അതറിയണം. അതുകൊണ്ട് ഒരുപാട് പോകണ്ട, എപ്പോഴെങ്കിലുമൊക്കെ പോവുക. അതുകൊണ്ടൊന്നും അല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഈശ്വരനെ കാണാൻ കഴിയണം. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ അതാണ്. മഹാനുഭാവോ മകതാം മഹിഷ്ടപ്രവൃദ്ധ ഭക്തി. എന്താ ഈ ശുദ്ധഭക്തി അറിയണല്ലോ. എവിടെയും പോകണ്ട ഭഗവാനെ കിട്ടാൻ, ഒന്നും ഭഗവാനെ വിചാരിച്ചിട്ട് നേടും വേണ്ട. അത് തന്നെയാണ് നേട്ടം. ഭഗവത് ഭക്തിയാണ് നേട്ടം. അതിനെ പഞ്ചമപുരുഷാർത്ഥമാണ് ഭക്തി. ഉണ്ടായ പിന്നെ വേറൊന്നും വേണ്ട, നമ്മുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. ആ ഒരു ഉറപ്പം ഉണ്ടായാൽ മതി. ഹനുഭാവിതാശേ നിവേശ്യ വൈകുണ്ഠമിമം വികാസ്യതി. അങ്ങനെ ഈ ലോകത്തെ ഉപേക്ഷിക്കും, ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ച് ശരീരം വെടിഞ്ഞ് മുക്തിയെ പ്രാപിക്കും എന്ന് ദിതിയെ ആശ്വസിപ്പിച്ചു കശ്യപൻ. അലംബടശീലധരോ ഗുണാകരോ. അതാണ് സന്ദർഭം കിട്ടുമ്പോൾ ഒക്കെ ഭക്തന്മാരെ വർണ്ണിക്കാൻ ഒരു പിശുക്കും വ്യാസൻ കാണിക്കില്ല. ഇവിടെ പത്ര വർണ്ണിക്കേണ്ട ഒരു സമയം പ്രഹ്ലാദിൻ്റെ കഥ വരുന്നുണ്ട്. എന്നാലും സന്ദർഭം കിട്ടിയപ്പോൾ 2 ശ്ലോകം ആ പ്രഹ്ലാദിനെക്കുറിച്ച് പറഞ്ഞു. പ്രഹ്ലാദിനെക്കുറിച്ച് കീർത്തിച്ച ഭഗവാനെക്കുറിച്ച് കീർത്തിച്ച പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അലംബട, ഒന്നിലും താല്പര്യമില്ല, പ്രപഞ്ച കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ശീലധര, നല്ല സ്വഭാവമുള്ളവൻ. ഗുണകര, എല്ലാ ഗുണങ്ങളുടെ ഇരിപ്പിടക്ക് ഇനി പറയാൻ പോകുന്നുണ്ട് പ്രഹ്ലാദ ചരിത്രത്തിൽ. സർവ്വഗുണങ്ങളും ഒരാൾക്ക് വേണ്ടതൊക്കെ നിറഞ്ഞ ഒരാൾ. പരർധ്യ, പരന്മാരുടെ ഋദ്ധി, ഐശ്വര്യം, മറ്റുള്ളവരുടെ സമൃദ്ധിക്കും ഉത്കർഷത്തിനും ശ്രമിക്കുന്നവൻ. ആരെങ്കിലും ചെയ്യോ? ക്ഷേത്രത്തിൽ പോയിട്ട് എൻ്റെ അയൽവക്കക്കാർക്ക് നന്നാവാനൊരു പുഷ്പാഞ്ജലി, എൻ്റെ സുഹൃത്തിന് നന്നാവാനൊരു പുഷ്പാഞ്ജലി ചിലപ്പോൾ നമ്മൾ ചെയ്യും അല്ലേ? എപ്പോഴും അതല്ല ചെയ്യല്ലേ. ലോകം നന്നാവാനൊരു പുഷ്പാഞ്ജലി. ലോകാസമസ്ത സുഖിനോബുദ്ധ. ആർക്കാ? ലോകത്തിന് നന്നാവാനാ. യുദ്ധമൊക്കെ ഇല്ലാണ്ടിരിക്കട്ടെ. ആരെന്തോരം അങ്ങനെയൊന്നും ചെയ്യലില്ല ഉണ്ടോ? പക്ഷെ നല്ലൊരു സ്വഭാവമാണ്. ലോകമാണ് ആദ്യം നന്നാവേണ്ടത്. ലോകം നന്നാവാതെ നമ്മൾ നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് സ്വൈരം ഉണ്ടാവുമോ? എവിടെയും പകർച്ചവ്യാധിയാണ്. നമുക്കില്ല പകർച്ചവ്യാധി, പേടിയുണ്ടാവും എപ്പോഴാണ് പകരുകയെന്ന്. എല്ലാ ദിക്കിലും ക്ഷാമമാണ്. നമുക്ക് ഗ്യാസ് കിട്ടുമോ? നമുക്കും കിട്ടില്ല. അപ്പോൾ ലോകം നന്നായാലേ നമുക്ക് യഥാർത്ഥത്തിൽ സ്വസ്ഥതയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ നന്നാവണം. ശരിക്കും താൻ നന്നാവണം എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. പരർധ്യ, മറ്റൊരാളുടെ ഗുണത്തിന് ശ്രമിക്കുക. ഹൃഷ്ട, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. നന്നായി കിട്ടും, അയാൾക്ക് അങ്ങനെ നന്നായത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവനും. ദുഃഖിതേഷു വ്യതിത, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവൻ. ശരാ വേണ്ടിയിരുന്നില്ല കേട്ടോ, എന്തിനാ അങ്ങനെ അവനെ ദുഃഖിപ്പിക്കണത്? മറ്റൊരാളുടെ ദുഃഖം കൊണ്ട് നമ്മുടെ ദുഃഖം കുറയുമോ? കൂടുതലാണ്ട് ഒരിക്കലും കുറയില്ലല്ലോ. അപ്പോൾ വേറൊരാൾ ദുഃഖിക്കുന്നത് കണ്ടാൽ അത് തനിക്ക് പറ്റിയ ദുഃഖം പോലെ വിചാരിക്കുന്നവനും. അഭൂതശത്രു, ശത്രുവേ ഇല്ല. അജാതശത്രു എന്ന് ധർമ്മോത്തരേ പറയും, ശത്രു ഇല്ലാത്തവൻ. അജാതശത്രുർത്ഥം ദൃഷ്ട രാജസൂയ മഹോദയം. ആ അധ്യായത്തിൽ അങ്ങനെ തുടങ്ങുക. അജാതശത്രുവായിട്ട് ധർമ്മോത്തരരുടെ ഉയർച്ച കണ്ട അസൂയാലുവായ ദുര്യോധനൻ ആ കഥ പറയാൻ പോവുകയാണ് ആ അധ്യായത്തിൽ.
അജാതശത്രു അഭൂതശത്രു എന്നിവിടെ. പ്രഹ്ലാദന ശത്രു ഇല്ല, ഉണ്ടെങ്കിൽ ഹിരണ്യകശിപു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതായിത്തീർന്നതാണ്, ആദ്യമല്ലല്ലോ. അഭൂതശത്രു ജഗതശോകഹർത്ത. പ്രഹ്ലാദൻ വന്ന് അടുത്തിരുന്നാൽ തന്നെ ഒരു സമാധാനം. നല്ല ചില ആൾക്കാരൊക്കെ അടുത്ത് വന്നാൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കുക, അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖം. സജ്ജന സംഘം കൊണ്ട് ഒരാൾ നല്ല ആളാണോ അല്ലയോ എന്നുള്ള ടെസ്റ്റ് ലാബറട്ടറിയിലൊന്നുമല്ല, അയാൾ അടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാവണ ഭാവം നോക്കിയാൽ മതി എന്നാണ്. കുറച്ച് നേരം അയാൾ ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഏതായാലും നമുക്ക് അയാളുടെ അടുത്തിരിക്കുക എന്ന് തോന്നിയാൽ അയാൾ സജ്ജനാണ്. അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നില്ല, അയാളൊന്ന് പോയി കിട്ടിയിട്ട് വേണം സ്വതന്ത്രമാവാൻ എന്നാണ് തോന്നുക. ഇതത്ര ഏറ്റവും വലിയ ടെസ്റ്റ്. അതുകൊണ്ട് ശോകഹർത്ത, ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കി തീർക്കുന്നവനും നെയ്താഖികം ഉച്ചരിക്കാൻ ലേശൊരു വിഷമുള്ള കോമ്പിനേഷൻ അക്ഷരങ്ങൾ. നെയ്താഖികം താപമിവോടു രാജ. വേനൽക്കാലത്തിലുള്ള ഉഷ്ണത്തെ ചന്ദ്രൻ, നിലാവിന് ഒരു തണുപ്പിൻ്റെ എഫക്റ്റ് ഉണ്ട് എന്നാണ്. സൂര്യന് ചൂടിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ അത് നിലാവ് ഉദിച്ചു അല്ലാതെ ഉഷ്ണിക്കണമെന്ന് ആരും പറയില്ല. കുളിർ നിലാവ് എന്നാണ് പറയുക. ഒരു തണുപ്പിൻ്റെ എഫക്റ്റാണ് ഈ നിലാവിന്. സുഖമായിട്ടുള്ള വെളിച്ചമാണ് പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ, ശല്യമില്ല. അപ്പോൾ ചന്ദ്രൻ എപ്രകാരം നമുക്ക് തണുപ്പ് നൽകുന്നുവോ, വേനൽക്കാലത്തെ ചൂട് മാറ്റി തണുപ്പ് നൽകുന്നുവോ, അതുപോലെ ലോകത്തിൻ്റെ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ. അഭൂതശത്രു ജഗതശോകഹർത്ത. എങ്ങനെയാ? നെയ്താഖികം ചന്ദ്രൻ താപമിവോടു രാജ. വേനൽക്കാലത്തെ നെയ്താഖികം വേനൽക്കാലത്തെ താപത്തെ ചന്ദ്രൻ, ഉടുരാജൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഉടു നക്ഷത്രം, അതിൻ്റെ അധിപൻ ചന്ദ്രൻ, നക്ഷത്രാധിപനാണ് ചന്ദ്രൻ. എങ്ങനെയാണ്? ഉടുരാജൻ. ചന്ദ്രൻ്റെ വേറൊരു പേരാണ് ഉടുരാജൻ. ചന്ദ്രൻ വേനൽക്കാലത്ത് കുളിർമയോടുകൂടി എല്ലാവരെയും തണുപ്പിച്ച് സുഖം നൽകുന്നത് പോലെ ഇവൻ മറ്റുള്ളവർക്ക് സുഖം നൽകും. അലമ്പട, യാതൊരു കാര്യത്തിലും ആസക്തിയില്ല. അലമ്പടൻ ശീലധരോ ഗുണാകരോ ഇഷ്ടപരധ്യാ വ്യതിതോ ദുഃഖിതേഷു അഭൂതശത്രു ജഗതശോകഹർത്ത. നെയ്താഖികം താപമിവോടു രാജ. അങ്ങനത്തെ പുത്രനാണ് നിൻ്റെ പൗത്രനായിട്ട് വരിക. അന്തർബഹിച്ചാമലമജ്ജനേത്രം സ്വപൂരുഷേച്ഛാനുഗൃഹീതരൂപം പൗത്രത്തവ ലലാമം. അവിടെ ഉച്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കാണ്ട്. ലല, രണ്ട് ല ആണ്. പാട്ടിലൊക്കെ കേൾക്കാം ലല എന്നൊന്ന്. ലല പൗത്രസ്തവ ശ്രീ ലലന എന്നാണ് വാക്ക്. ലലന സ്ത്രീ. ലലാമം, ലലാമം 4 ല ഉണ്ട്. ലലാമം ശ്രീ ലലാമം. ആരാ ശ്രീലന? ശ്രീദേവിയുടെ കുണ്ടലങ്ങളാൽ അലങ്കരിപ്പിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനെ, സ്വഭക്തന്മാരെ അനുഗ്രഹിക്കാനായ സ്വേച്ഛയാ രൂപത്തെ അംഗീകരിച്ച ആളാണ് ശ്രീദേവി, അല്ലേ? ആ ശ്രീദേവിയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാനെ സദാ ഉള്ളിൽ കാണുന്നവനാവും. പൗത്രത്തവ ശ്രീ, അങ്ങയുടെ നിൻ്റെ പുത്രത്തവ ലലാമം ദൃഷ്ടാത്പുരത് കുണ്ടലമണ്ഡിതാനനം. ആരാ ഉള്ളിൽ പ്രഹ്ലാദൻ്റെ ഉണ്ടാവുക? ഭഗവാന്റെ പ്രത്യേകത എന്താ? കുണ്ടലമണ്ഡിതാനനം, മനോഹരമായ കുണ്ടലങ്ങൾ ധരിച്ചു. ശ്രീ ലലാമം. ലലന എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീ, മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ, മഹാലക്ഷ്മിയുടെ ഭർത്താവും കുണ്ടലങ്ങൾ ധരിച്ചതുമായ ഭഗവാനെ സദാ ഉള്ളിലും പുറത്തും കാണും. ഇതിനെ പുറത്ത് കാണുക, എവിടെ നോക്കിയാലും ഈശ്വരനെ സ്മരിക്കുക, അതന്നെ പുറത്ത് കാണൽ. ഉള്ളിൽ കണ്ണടച്ചാൽ മാത്രമല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഈശ്വരനെ സ്മരിക്കുന്നർത്ഥം. പൗത്രത്തവശ്രീ ലലാമം ദൃഷ്ടാത്പുരത് കുണ്ടലമണ്ഡിതാനനം. കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും ശ്രീദേവിയുടെ ഭർത്താവും. ലലാമം, ലലനയുടെ ലലാമൻ ഭർത്താവ്. ശ്രീദേവി ഭർത്താവായിട്ട് ശ്രീധരനായിട്ടുള്ള ഭഗവാനെയും കുണ്ടലാധാരിയായിട്ടുള്ള ഭഗവാനെയും സർവ്വദിക്കിലും സ്മരിക്കുന്നവനായിരിക്കും ദിതി
നിൻ്റെ പൗത്രനായിരിക്കുന്ന പ്രഹ്ലാദൻ എന്ന് ഭഗവത് മാഹാത്മ്യം പറഞ്ഞു സന്ദർഭം കിട്ടിയപ്പോൾ. മൈത്രേയ ഉവാച ശ്രുത്വാ ഭാഗവതം പൗത്രം അമോദതിർവൃശം പുത്രയോച്ചപദം കൃഷ്ണാൻ വിദിത്വാസീൻ മകാമന. ഭാഗവതം ഭഗവാൻ ഭക്തനായ പൗത്രൻ്റെ പ്രഹ്ലാദൻ്റെ കേട്ടിട്ട്, പൗത്രം പുത്രനെക്കുറിച്ചുള്ള വൃത്താന്തം കേട്ടിട്ട്, പുത്രയോ പുത്രന്മാരുടെ വധം സംഹാരം, ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യേശ്വരി സംഹാരം കൃഷ്ണാത് വിദിത്വ ഭഗവാനിൽ നിന്നാവും. മക്കളുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരമ്മ അത് ചിന്തിക്കാൻ പറ്റുമോ? അത് അവിടെ ഉണ്ട്. എന്താ കാരണം? ഭഗവാനാണ് കൊല്ലണത്. അപ്പോൾ അമൃതത്തിലേക്കുള്ള ഒരു വഴിയാണത്. ഭഗവാനെ വധിച്ചാൽ പിന്നെ ഒരിക്കലും മരിക്കോ മരണഭയോ ജന്മോ ഇല്ല. അനേശ ഭഗവാൻ വധിച്ചോട്ടെ എന്ന് ദിതി വിചാരിച്ചു. നല്ലൊരു കാര്യമാണല്ലോ. നമുക്കൊക്കെ എന്താ വേണ്ടത്? മോക്ഷമാണോ വേണ്ടത്? അത് ആ കുട്ടിക്ക് കിട്ടും. കൃഷ്ണാത് വിദിത്വ പൗത്രം ശ്രുത്വ കേട്ടിട്ട്, വധം കൃഷ്ണാത് വിദിത്വ വധം കൃഷ്ണനിൽ നിന്നാണ് ഉണ്ടാവുക എന്നറിഞ്ഞ് മഹാമനസ്കയായ ദിതി. ഇവരൊന്നും അത്ര മോശക്കാരല്ല. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് അയാൾ ആജീവനാന്തം മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക, മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിക്കണതല്ല. ദിതി സന്ധ്യാസമയത്ത് തെറ്റ് പ്രവർത്തിച്ചിട്ടും ഇവിടെ എന്തേ പറഞ്ഞേ? മഹാമനാന്ന് പറഞ്ഞു. മഹാമനസ്സുള്ളവളാണ്. ഇതാ കാരണം ആ തെറ്റുട്ടനെ മനസ്സിലാക്കി, അയ്യോ എനിക്ക് പറ്റിയത് തെറ്റാണ്, നിശങ്കം സമ്മതിച്ചു, ശിവനെ സ്തുതിച്ചു, ഭർത്താവിനോട് മാപ്പ് പറഞ്ഞു, ഭഗവാന്റെ കൈ കൊണ്ടാണ് പൗത്രന് വധം കേട്ടതിൽ സന്തോഷിച്ചു. അപ്പോൾ ഉള്ളിൽ മഹത്വമുണ്ട്. ഒരു നിമിഷം തെറ്റൊക്കെ എല്ലാവർക്കും പറ്റില്ലേ? അത്രേ കണ്ടുള്ളൂ ഇവിടെ. ദിതി വൃഷം ഏറ്റവും സന്തോഷിച്ചു എന്നും പറഞ്ഞ് അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പാരായണമാണ് നോക്കേണ്ടത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത ചതുർദശോധ്യായ. ശ്രീശുക ഉവാച നിശമ്യ കൗഷാരവിണോപവർണിതാം ഹരേ കഥാം കാരണസൂകരാത്മന പുനഃസപപ്രച്ചത്തമുദ്ഗതാഞ്ജലിർന ചാതി തൃപ്തോ വിതുരോ ധൃതവ്രത. ധൃതവ്രതനായിരിക്കുന്ന വിതുരൻ വീണ്ടും ഭഗവത് കഥ കേൾക്കാൻ ഇച്ഛിച്ചു. വിതുര ഉവാച തേനേവതു മുനിശ്രേഷ്ഠ ഹരിണാ യജ്ഞമൂർത്തിന ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹത ഇത്യനുശിച്ചു മാതസ്തജോത്തരദക്ഷോണിതം ക്ഷാഗ്രേണ ലീലയാ ദൈത്യരാജസ്യ ച ബ്രഹ്മൻ കസ്മാരേതോരഭൂന്മൃത. മൃത യുദ്ധം ഉണ്ടായി എന്നാണല്ലോ പറഞ്ഞത്. ഹിരണ്യകശിപുവായിട്ടുള്ള യുദ്ധം, ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു തരണം. മൈത്രേയ ഉവാച സാധുവീരത്തയാ പൃഷ്ടം മമതാരകഥാം ഹരേ എത്തും പൃച്ഛതി മത്യാന മൃത്യുപാശവിഷാദനീം. അവൾക്കഥ മൃത്യുപാശത്തിന് രക്ഷ നൽകുന്നതാണ്. ചോദിച്ചത് നന്നായി പറയാം. യഥോത്താനപദപുത്രോ മുനിനാഗീതയാർപ്പകാ മൃത്യോ കൃത്തേ പുങ്കുഞ്ഞങ്ക്രീം മാരുരോഗരെ പദം. ധ്രുവൻ പോലും മരണത്തിൻ്റെ തലയിൽ ചവിട്ടിയിട്ടത്രേ വിമാനത്തിലേക്ക് കയറിയത്. അഥാത്രാപീതികാസോയം ചിതോമേവണ്ണിത പുരാ ബ്രഹ്മണാദേവദേവേന ദേവാനാമനുപൃച്ഛതാം. ദിദിയുടെ കഥ. ദിദിർ ദാക്ഷായണീ ക്ഷത്തർമാരീജങ്കശ്ച ബമ്പതിം അപത്യകാമാചകമേ സന്ധ്യായാമൃച്ഛയാർത്തിത. ഇഷ്ടുവാഗ്നിജിക്കം പയസാ പുരുഷം വചഷമ്പതി. പാലുകൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് പാലുകൊണ്ട് കർമ്മം ചെയ്യുകയാണ് കശ്യപൻ. ഇഷ്ടുവാഗ്നിജിഹ്വം പയസാ പുരുഷം വചഷാമ്പതി നിമ്ലോചത്തർക്കാസീനം അഗ്നിയകാരേ സമാകിദന്തി തിരുവാച ഏഷമാം തൃകൃതേ വിദ്യങ്കാമാത്തശരാസനാദുനോദനീനാം വിക്രമ്യ രംഭാവ്യോമദംഗജ തക്തവാന്ധ്യക്യമാനായന്തപത്നീനാന്തമൃദ്ഭിः പ്രജാപതീനാം ഭദ്രന്തേ മയ്യാക്താമനുഗ്രഹം ഭർത്തര്യാത്തോരുമാനാനാം ലോകാനാവശ്യതേ ശാപതിർഭവദ്വിധോ യാതാം ഭജാനന് ജായതേ. ഭവദ്വിധോ അങ്ങേ വിധത്തിലുള്ള അങ്ങേപ്പോലുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് എന്തിൻ്റെ കുറവാണ് ഉണ്ടാവുക? പുരാ പിതാന്മോ ഭഗവാൻ ദക്ഷോദുതല കമ്പണീത പരംബസ ഇത്യപൃച്ഛതനപ്പതൊക്കെ സപതിത്വാത്മജാനാം നോ പാവം സന്താന ഭാവന ത്രയോദശാദാത്താസായാത്തേ ശീലമനുവൃത. പറ്റിയിട്ടുള്ളതായ ഭർത്താക്കന്മാരുണ്ടാവട്ടെ എന്ന്
അച്ഛൻ അനുഗ്രഹിച്ചിട്ടാണ് അങ്ങ് എൻ്റെ ഭർത്താവായിട്ട് വന്നത്. അതമേ കുരുകല്യാണം, എനിക്ക് നന്മ ചെയ്യണം. അതമേ കുരുകല്യാണ കാമം കഞ്ച വിലോചനാർത്ഥോപതർപ്പണം ഭൂമൻ മനോഹം കി അമോഘം കി മഹീസി എരിതാം വീരമാരീചകൃപണാം ബഹുഭാഷിണീം പ്രത്യാഹാനുനയൻ വാച പ്രവൃദ്ധാന അംഗകശ്മലാം ഏഷതേങ്കം വിദാസ്യാമി പ്രിയം വീര്യതിച്ചതി തസ്യാ കാമൻ ന കുര്യാ സിദ്ധിത്തേവർക്കി ഗീയത. എല്ലാ ആശ്രമത്തിലും വെച്ച് ഗൃഹസ്ഥാശ്രമം നല്ലതാണ്. ഭാര്യയുടെ ആഗ്രഹം ഭർത്താവ് സാധിപ്പിച്ചു കൊടുക്കണം. എല്ലാം ശരി തന്നെ. സർവാശ്രമാനുപാതായ സാശ്രമേണ കളത്രവാൻ ഗൃഹസ്ഥാശ്രമം രസനാർണവമത്തേതീ ജലയാന് യഥാർണവം. ജലാശയത്തിൽ തോണിയെ പോലെയാണ് ഒരു പത്നി. നമുക്ക് അടിസ്ഥാനമായിട്ട് ആശ്രയമാണെന്നർത്ഥം. യാമാകുരാത്മനോകത്തം ശയക്കാമസ്യമാനിനി യസ്യാം സുധുരമത്യസ്യാ പുമാഞ്ചരതി വിശ്വരായാമാചിത്തേന്ദ്രിയാരാധി നിർജയാനി ജലാശ്രമേ. മറ്റാശ്രമങ്ങളേക്കാൾ ശ്രേഷ്ഠം തന്നെ ഗൃഹസ്ഥാശ്രമം. വയം ജയമകേലാഭേദസ്യം ദുർഗപതിരഥ. ദുർഗപതി കോട്ടയ്ക്കകത്തിരുന്ന് യുദ്ധം ചെയ്താൽ അവൻ സുരക്ഷിതനാണ് ശത്രുക്കളുടെ ആക്രമണത്തിന്. അതുപോലെയാണ് അത് ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു തകരാറും ഇല്ല എന്ന് പറയുക. ന വയം പ്രഭവത്താം താമനുകർത്തും ഗൃഹേശ്വരി അപ്യാവിഷാഭാഗാത്മീനായ ജാന്യേ ഗുണകൃദ്ധവാ അഥാപി കാമമേതം തേ പ്രജാത്തേ കരവാണരം തഥാ മാനോതി വോചന്തി മുഹൂർത്തം. പ്രതിപാല ഒരു മുഹൂർത്തം ക്ഷമിക്കണം, സന്ധ്യ കഴിയട്ടെ. ഏഷാ ഘോരതമാവേള ഘോരാണാം ഘോരദർശനാചരന്തി യസ്യാം ഭൂതാനി ഭൂതേശാനുചരാണിക ഏതസ്യാം സാത്തി സന്ധ്യായാം ഭഗവാൻ ഭൂതഭാവനാ പരീതോ ഭൂതവട്ടപ്രവിഷേണ അടുത്ത ശിവൻ്റെ മഹാത്മ്യം പറയണം. ശ്മശാന ചക്രാനിലധൂലിധൂമ്രവികീർണ വിദ്യോത ജടാകലാപ ഭസ്മാവമുണ്ടാമലരുക്മദേഹോ ദേവത്രിവിപ്പശ്ചടി ദേവരത്തെ നയത്യലോകേട്ടുതന പരോവാനത്യാതിദോനോത കച്ചത് വിഗർഹ്യ. ആദരണീയനായിട്ടും നിന്ദ്യനായിട്ടും ഭഗവാൻ ആരുമില്ല. വയം വ്രതേർ യച്ചരണാപവിദ്ധാമാശാസകേ ജാമ്പതഭുക്തഭോഗാം യസ്യാനവത്യാചരിതം മനീഷിണോ ഗണന്തവിദ്യാമടലം ദിഭിസ്വ. ശ്രേയസ്സാഗ്രഹിക്കുന്നവർ ഏതൊരു ഭഗവാനെ ചിന്തിച്ച അജ്ഞതയെ നീക്കുന്നുവോ ആ ഭഗവാന്റെ മുഹൂർത്തത്തിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിരത്തസാമ്യാതിശയോപയർത്തജം പിശാചചര്യാമചരിത്തതാം. പിശാചചര്യാണ് കണ്ടാൽ. പക്ഷേ എന്താ അതിൻ്റെയൊക്കെ തത്വം, ഭഗവാന്റെ തത്വം ആർക്കറിയാം? അറിയില്ല എന്ന് പറയല്ലേ ഏറ്റവും നല്ലത്. അസന്ധ്യസ്യാചരിതം വിദുർഭഗാസ്വരസത്യാവിഷമീതം നേർ വസ്ത്രമാല്യാഭരണാനുലേപനെ. വസ്ത്രം, മാല, ആഭരണം, ചന്ദനാദി ലേപനങ്ങൾ ഇതുകൊണ്ടൊക്കെ നന്നാക്കണം ഈ ശരീരം ഉണ്ടല്ലോ. ഒരു നിമിഷം കൊണ്ട് ജന്തുക്കൾക്ക് തിന്നാനും ഭസ്മാവാനേ പറ്റൂ. ഒന്ന് ഓർക്കുക. അതുകൊണ്ട് ശരീരത്തെ നോക്കണ്ടെന്നല്ല, അതുവരെ ഉള്ളൂ ഇത് എന്നൊന്ന് ഓർത്താൽ അഹങ്കാരം നമുക്കുണ്ടാവില്ല, ഇതിൽ ആസ്ഥയുണ്ടാവില്ല. മരിച്ചോട്ടെ, ഒരു എന്തായാലും പോകണ്ടേ തോന്നലുണ്ടാവും. അല്ലാത്തവരൊക്കെ മരണത്തെ ഭയക്കുന്നു. ശുഭോജനം ആത്മതയോപലോളിതം. ശുഭോജനം നായക്കോ ശാവിനോ തിന്നാനാണ് ഈ ശരീരം ഉപകാരമാവുക. ബ്രഹ്മാദയോയർക്കൃതസേതുപാലായൽ കാരണം വിശ്വമിതഞ്ചമായ ആജ്ഞാകരീ തസ്യ പിശാചചര്യാമഹോ വിഭുന്നച്ചരിതം വിളംബനം. ഭഗവാന്റെ ചരിതങ്ങളുടെ തത്വം രഹസ്യം ആർക്കാണ് അറിയുക? ദിതി ഇത്ര വലിയ ഉയരത്തിൽ നിൽക്കണം ആളല്ലേ അവരൊക്കെ. സൈവം സംപിടതേ ഭർത്ര മന്മഥോന്മതിതേന്ദ്രിയ ജഗ്രാഹവാസോ ബ്രഹ്മക്ഷേപ്രളിഭഗതത്രഭ. വാസം വസ്ത്രത്തെ പിടിച്ച് വലിച്ച് നിർബന്ധമായി തെറ്റ് ചെയ്തു. സ വിദിത്വാദ ഭാര്യായ തന്നിർബന്ധം വികർമ്മണീനത്വാദിഷ്ടാരകത്തെ തയാ സോപവിവേച അതോപൃച്ഛതെല്ലാം പ്രാണാനായം വാക്യതാദായം ജജാവിവൃജം ബ്രഹ്മജ്യോതി സനാതനം പരിഹാരം ചെയ്തു. ഗായത്രി ജപിച്ചു. തിഥിത്തൊരീടിതാ തേനാ കർമാവത്തേന ഭാരത ഉപസംഗമ അതോ മുഖ്യ വ്യഭാഷതാതിരുവാച. തിരിക്കും ചെയ്തത് തെറ്റായും തോന്നി. മാമേ ഗർഭമിമം ബ്രഹ്മൻ ഭൂതാനാം ഋഷഭോവത് രുദ്രപതിരികി ഭൂതാനാം യസ്യാകരവമംഗസ. രുദ്രനിൽ നിന്ന് മരണം ഉണ്ടാവരുതേ. നമോ രുദ്രായ മഗതേ. ശിവനെ സ്തുതിക്കുകയാണ് പരിഹാരമായിട്ട്. നമോ രുദ്രായ മഗതേ ദേവായ ഉഗ്രായ മീഡുഷേ ശിവായ ന്യസ്തദണ്ഡായ ധൃതദണ്ഡായ മന്യവേസന പ്രതീരതാം പാമോ ഭഗവാനുർമനുഗ്രഹ. വ്യാതസ്യാപ്യനുകമ്പ്യാനാം ത്രീണാം ദേവസ്തീപതി മൈത്രേയോവാച സുതർക്കസ്യാശിഷം ലോക്യാം ആശാസാനാം പ്രവേപതി നിവൃത്തസന്ധ്യാ നിയമോ ഭാര്യാമാക പ്രജാപതി. കശ്യപ ഉവാച അപ്രായത്യാദ ആത്മനസ്തേ ദോഷാൻ മുഹൂർത്തികാരുത മന്യദേശാതിചാരേണ ദേവാനാം ചാതികേളനാൻ
ഭവിഷ്യതത്തവാ ഭദ്രാപഭദ്രേ ജാഡരാ തമോ ലോകാന്തപാലാം തീചണ്ഡീം ഗുരാക്രന്ദയിഷ്യത പ്രാണിനാം മന്യമാനാനാം ദീനാനാമകൃതാകതാം തീനാന്ത് ഗൃഹ്യമാനാനാം കോപിദേശമഹാത്മസു. ദുഷ്ടന്മാരായിട്ട് 2 മക്കളാണ് ഉണ്ടാവുക. അതാ വിശേഷരകൃത്വ ഭഗവാൻ ലോകഭാവനാകനിഷ്യത്വതീര്യാസോയതാദീൻ ശതപർവതൃക്ക ഇന്ദ്രൻ പർവ്വതങ്ങളെ നശിപ്പിച്ച പോലെ, ചിറക് വെട്ടിയതുപോലെ ഭഗവാൻ ആ പുത്രന്മാരെ വധിക്കും. ദിതിരുവാച വധം ഭഗവതാ താട്ടാ സുനാഭോദാരവ സുനാഭം ചക്രധാരിയായിട്ടുള്ള ഭഗവാനാൽ വധം കേട്ടിട്ട് സന്തോഷിച്ചു. ആശാസേ പുത്രയോർമ്മയ്ക്കം മാകൃത ബ്രാഹ്മണാത്യോ, ബ്രാഹ്മണ ശാപം കൊണ്ട് എൻ്റെ കുട്ടികൾ മരിക്കരുത് എന്ന് എനിക്കുള്ളൂ. ഭഗവാനാ മരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ന ബ്രഹ്മദണ്ഡദഗ്ധസ്തേന ഭൂതഭയദത്തജാനാരകാച്ചാന ഗിണ്ടന്തിയാൻ യോനിമസോഗത കശ്യപൗവാചാകൃതശോകാനുതാപേന സദ്യ പ്രത്യവമർശനാൻ ഭഗവത്തുരുമാനാച്ചാഭവേ മയ്യഭി ചാദരാൽ പുത്രസൈവതപുത്രാണാം ഭവിതേകത്തനാം മതാകാസന്ധിയത്ത് ശശ്വത്തം ഭഗവത് ശാസമം. സ്വർണം എപ്രകാരം തീയിലിട്ട് പഴുപ്പിച്ച് തിളങ്ങുന്നു, അതുപോലെ പ്രഹ്ലാദൻ, പുത്രൻ്റെ പുത്രൻ പ്രഹ്ലാദൻ നമ്മുടെ വംശത്തെ ശോഭിപ്പിക്കും. യോഗേർഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവാ നിർവൈരാതിവിര ആത്മാനം യച്ഛീലമനുമത്തതമ പ്രസാദാദിതം വിശ്വം പ്രസീതതീയതാത്മകം സാ ഋദൃക് ഭഗവാൻ യസ്യാതോഷതേനിരാദിശാം സവൈ ഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഗതം മകിട്ടൊക്കെ പ്രഹ്ലാദൻ്റെ വിശേഷണം. പ്രവൃത്തഭക്തിയ അനുഭാവിതാശയേ നിവേശ വൈകുണ്ഠമിമം വികാസ്യതി. അലംബടശീലധരോ, വീണ്ടും തുടരുന്നു. അലംബടശീലധരോ ഗുണാകരോ കിട്ടപ്പരത്യാവിടുതോ ദുഃഖിതേഷു അഭൂത ശത്രുജഗത ശോകഹർത്ത നേതാധികം താപമിവോടു രാജ അന്തർഭഗിച്ചാമലമബ്ജനത്രന്ത് പൂരുഷേച്ഛാനുഗൃഹീതരൂപം പൗത്തത്തവശീലനാലലാമം. ലലനാലാമം ഭഗവാൻ ലക്ഷ്മീപതിയുടെ ഭർത്താവും കുണ്ടലധാരിയും ആയ വിഷ്ണുവിനെ സദാ എവിടെയും കാണും. ക്ഷേത്രത്തിലോ ഉപാസന സമയത്തോ ഒന്നും അല്ലാത്തപ്പോഴും കാണും. പൗത്രത്തവശീ ലനനാലലാമം കുണ്ടലമണ്ഡിതാനനം ഭഗവാൻ വിശേഷണമാണ്. ദൃഷ്ടാസ്പുരകുണ്ടലമണ്ഡിതാനനം മൈത്രേയോ വാച ശുദ്ധാ ഭാഗവതം പൗത്രം അമോദൃശം പുത്രയോശ്ച പദം കൃഷ്ണാവിദിത്താസീൻ മഹാമനാ ദിതി സന്തോഷിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യന്തം വിധായാം തൃതീയസ്കന്ധേ ഋതികശ്ചപദം വാദേ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.